ഒരു തത്തയല്ലേ, അതിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. FIR ഇട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് കേസാക്കണ്ട. കേസാക്കണം. സുഹൃത്തെ, തന്നെ വന്ന് കയറിയതാ, ഞാൻ മോഷ്ടിച്ചതല്ല. സത്യമാണോ ഇത്? കാരണം എന്തോ എടുക്കുന്നുണ്ടു. കുപ്പി പൊതിഞ്ഞോണ്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. പരാതിയില്ലെന്ന് താനൊന്ന് എഴുതി കൊടുത്താൽ പ്രശ്നം ഇവിടെ തീരും. എന്തു പറയുന്നു? ഞാനിപ്പോ താമസിക്കണ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് എനിക്കൊരു കടലാസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാ പരാതി പിൻവലിക്കുന്നവരും ആലോചിക്കാം. നീ ആരുടെ മുന്നിലിരുന്നാ സംസാരിക്കുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? കുറച്ചൊക്കെ നിയമം എനിക്കറിയാം. സാറിപ്പോ താമസിക്കുന്നത് വേറെ വീട്ടിലാണെങ്കിലും തൊണ്ടി മുതൽ കിട്ടിയ വീടിന്റെ ഉടമസ്ഥൻ സാറല്ലേ, പ്രതി സാറിന്റെ മാനേരല്ലേ. ഇലക്ഷൻ അടുത്തുകണ സമയാ. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാട്ടോ. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. വീടിന് വാടകച്ചിട്ടുണ്ട്. പിന്നെ ഉദയൻ ചേട്ടനെ ഈ കേസിൽ അകത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഇയാളെ എന്റെ വെറും ഒരു ജോലിക്കാരൻ മാത്രം. മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. എന്താ അവിടെ ഒരു ബഹളം? എല്ലാരും ഉണ്ടല്ലോ. എന്താ ജിമ്മി സാറിനെതിരെ വല്ല ഗൂഢാലോചനയോ മറ്റോ ആണോ? സാറേ, ഈ മൈക്ക് സാങ്ഷന്റെ ഡേറ്റ് ഒന്ന് മാറ്റി തരണം. ഞാനങ്ങ് വല്ലാതായിപ്പോയി. ചിത്രയാണ് ചെയ്തതെന്ന് വേറെ ആരും അറിയണ്ട. ഞാൻ അത് അപ്പുറത്തെ അങ്കിളിന് അയച്ചു കൊടുത്തു. ഏതെങ്കിലും ചേട്ടനിപ്പോ പോലീസ് സ്റ്റേഷനിലാണോ താമസം? താമസമൊന്നും ഇല്ലെന്നേ, പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം പോണതാ. ഓ, മൂന്ന് മണിക്കല്ലേ എടുക്കുന്നേ? ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ആ കൊച്ചിന്റെ അമ്മ എങ്ങാനും ഇനിയും വരൂ? ഏയ്, വേറെ സ്ഥലം കണ്ടി പുറത്തെങ്ങാണ്ടുവാ.
കല്യാണം വരെ മാത്രമുള്ള ഒരു പ്രേമബന്ധമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമമൊക്കെ പോയി. അവനെ ഇഷ്ടപ്പെട്ട പോലെ അവൻ്റെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, മൊബൈലിന് റേഞ്ചില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായി. പിന്നെ ഒരു കുഞ്ഞുകൂടിയായപ്പോൾ സൗകര്യങ്ങളൊക്കെ മതിയാവാതായി. അങ്ങനാണെങ്കിൽ ലതാ തനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല? ഇല്ലെന്നേ. ഒരു കണക്കിന് നന്നായി. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതിയല്ലോ. വീട് നന്നാക്കാൻ കുറെ പൈസ വേണമായിരുന്നു. ജയ്പൂരിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അവിടുത്തെ ഏതോ എക്സിബിഷനിലെടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടത് മുതൽ കൊച്ചുമോൾക്ക് ഒരേ ഒരു നിർബന്ധം, ഇതുപോലൊരു തത്ത വേണമെന്ന്. ബാക്കി ഞാൻ തന്നോളാം. ഇതൊരു 30,000 രൂപയുണ്ട്. ഇതെടുത്തിട്ട് ആ തത്ത എനിക്ക് തരണം. മരിച്ചുപോയ എന്റെ മകന്റെ ആഗ്രഹം. അച്ഛൻ തത്തയെ കൊണ്ടുവരുന്നതും കാത്ത് അവള് വീട്ടില് അവന്റെ മോൾക്ക് വേണ്ടിയാ. ഈ തത്ത എനിക്ക് തരണം. എന്റെ മകൻ പോയി. ഗ്യാസ് ലീക്ക്. കാശിണ്ടാക്കി പോയി. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ? അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമായി കൂട്. എഞ്ചടി കള്ളി. ഹലോ, താനവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം. എത്രയും പെട്ടെന്ന് എന്നെ എല്ലാ ആനിമൽസിനെയും ഇവിടുന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആ ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാരെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ ചെവി കടിക്കല്ലേ കള്ളി. നോൺസെൻസ്. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം, അതാ. പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു. അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. ഗോതമ്പ് തീർന്ന ഉണ്ട് സാറേ. അയാളുടെ കയ്യിൽ ഇനിയും കുറെ ജീവികൾ ഉണ്ടെന്നാ കേട്ടത്. സാറേ, ഇതിന് വല്ല ക്യാരറ്റ് മേടിച്ചു കൊടുക്കട്ടാ. വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റതാ. വെളുപ്പിന് 5:30 മണിക്ക് എണീക്കാൻ നീയാളെ ഗുരുവായൂർ മേൽശാന്തിയാ. ഞാൻ നോണയല്ല സാറേ, ഒരു 5:30-6 മണിയായപ്പോ ഈ കോഴിയെല്ലാം കൂവാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. മുമ്പിൽ 2 കുതിരകട കാണാമോ? ഇല്ല. ആ എന്നാ നിർത്തിക്കേ. പനയോല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ നീ ഇങ്ങോട്ട് മാറിയേ. പോട്ടെ എങ്ങോട്ടാ? വലിത്തോട്ട് ഓടിച്ചെടുക്കണ ഇറക്കാ. ആ സിയുടെ വീട്ടിൽ നിന്ന് തന്നെ പന വെട്ടിയെന്ന് മൂപ്പര് അറിയരുത് കേട്ടോ. ഒന്ന് കൈവച്ചെന്നേ. ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊറോ. ശരി സാർ. ജനമൈത്രി പോലീസ് ഇപ്പം മൃഗമൈത്രി പോലീസായി. ചേട്ടാ, ഒരു ആനവാല് തരാമോ? എന്തിനാ? പേടി മാറാനാ. ആ നോക്കട്ടെ. വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആർക്കും പോലീസിനെ പേടിയില്ലാണ്ടിരിക്കുക. അല്ല, എന്താ തന്റെ പ്ലാൻ? എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോ കൊറേ എണ്ണത്തിന് ഒഴിവാക്കിക്കൂടെ? പറക്കാൻ പോത്തിനെ മേടിക്കണ പോലെ അല്ലല്ലോ, വളർത്താനല്ലേ. അതിനൊക്കെ താല്പര്യമുള്ള ഒരു വന്നം. പറത്തി വിട്ടാലും ജീവിക്കൂലല്ലേ? എവിടെ?
തനിക്കിതല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തിനാ? ലക്ഷങ്ങൾ വിലയുള്ള ജീവികളല്ലേ കയ്യിലുള്ളത്, അല്ലേ? യേശുവാസിനൊരു പാട്ട് പാടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അറിയില്ല. എന്നാലും ചുമ്മാ പറന്നേ. അതിപ്പോ ദാസേട്ടനല്ലേ, എത്ര ലക്ഷം കൊടുത്താലും നഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് തന്നെ യേശുവാസ് വീട്ടിലിരുന്ന് ചുമ്മാ പാടിയ പൈസ കിട്ടുമോ? അതില്ല. ഇതും അതുപോലെ ആവശ്യക്കാര ആഗ്രഹത്തോടു കൂടി വരണം. അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലിരുന്ന വരവല്ല, ചെലവാ. യേശുവാസിന്റെ കാര്യം ഓർത്ത് താമസിപ്പിക്കണ്ടോ? KG മാർക്കോസ് ഇല്ലേ, എന്റെ സുഹൃത്താണ്. വെള്ളയും വെള്ളയിട്ട് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, പ്രതിച്ഛായ. ഗീവർഗീസ് വെറും ഒരു പയ്യനല്ല, പുണ്യാളനാ, പുണ്യാളൻ. എന്റെ നിരപരാധിത്വം തെളിയിച്ച ഗീവർഗീസ് പുണ്യാളൻ. കാറിന്റെ സീറ്റിന്റെ അടിയിൽ ഒരു തത്തയെ കിട്ടുമ്പോ താനത് എന്നോട് പറയണ്ടേ? അത് പിന്നെ ചേക്കേറാൻ ഒരു ചില്ലയില്ലാതെ വന്നപ്പോ മുട്ടയിടാൻ കയറിയാണെന്ന് വിചാരിച്ചു. 24 എനിക്ക് രാശിയില്ലാത്ത ഡേറ്റാ. ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇവന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാമായിരുന്നു. ഒരു 200 കോടി അഴിമതി കാണിക്കേ, എന്നിട്ട് അതെന്താ തല കെട്ടിയൊക്കെ അതിനൊരു അന്തസ്സുണ്ട്. ഇതേമാതിരി തത്ത കെട്ടാന് അയ്യേ. ഒന്നും മിണ്ടാത്തത്. അവനിപ്പോ ഇവിടെ നിന്ന് താമസിക്കാനേ നമ്മുടെ വീട്ടിൽ സ്ഥലം കൊടുക്കണമെന്നു. ഇവിടെയോ? അയാളോട് കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറ. കാശും ഭീഷണിയൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യർക്കല്ലേ. 24 മണിക്കൂർ മൃഗങ്ങളിലൂടെ ജീവിക്കുന്ന അയാൾക്കെന്താ അവറ്റകളെ കൊണ്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതിനായി വീട് ചോദിക്കുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതിന് അയാളുടെ കയ്യിൽ നീർക്കോലില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും. അതെ, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് ഉരണം. എടാ, നീ വിചാരിച്ചയാൾക്ക് വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തുകൂടെ? അതൊന്നും വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ വീട് കൊടുത്താലോ? ഉദയേട്ടൻ അവിടെ താമസിക്കുന്നതിന് തന്നെ 100 കൂട്ടം പരാതിയാ. ഇവൾക്ക് ഞാനും. നീ എന്തിനാ അവളെ മാത്രം കുറ്റം പറയുന്നത്? എബ്രാഹിമിന്റെ വാക്കും കേട്ട് അയാളെ പെരുവഴിയിലാക്കാൻ നീയും കൂട്ടുന്നതല്ലേ? നാട്ടുകാരൊരു ആവശ്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഈ നാട്ടുകാർ തന്നെയല്ലേ അന്ന് ആനയ്ക്ക് മതം ഇളകിയപ്പോ നിന്നെ കുറ്റം പറഞ്ഞോണ്ട് ഓടിയത്? അന്ന് അയാളില്ലായിരുന്നേ കാണാമായിരുന്നു. എന്ത് കാണാനാ? മയക്കുവെടി കൊണ്ട ഗൗതമൻ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്നാ ബോധമുള്ള നിങ്ങൾ കേക്ക്. ഇലക്ഷൻ ഇവനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഉഗ്രം പണി അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അയാളെ പിണക്കരുത്. 14 വർഷം MLA ആയിരുന്ന ഒരാളിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാനൊരു ഐഡിയ പറയാം. ഇനിയിപ്പോ 1 2 പട്ടിയോ പൂച്ചയോ ഒക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. ഇലക്ഷനും കാണും തോറ്റിട്ട് കയറി വന്നാല് പൊളിറ്റിക്സ് അറിയാത്ത മണ്ടൻ. എടി കള്ളി, സത്യം പറ. ബെറ്റ് ജയിക്കാൻ വേണ്ടി നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? പറയൂട്ടി. അതൊന്നും പറഞ്ഞ ഉദയേട്ടന് മനസ്സിലാവില്ല. അതെന്തോ ചൈനീസ് ആണോ? അന്ന് ആക്രിക്കാരന്റെ ത്രാസ് മോഷ്ടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ ഈ പണി നിർത്തിക്കൊള്ളണമെന്നു. പറയടി. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കലേഷേട്ടൻ എന്നും കൂട്ടായിട്ട് കലേഷേട്ടന് തിരക്കുകളുണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഓമനിക്കാൻ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമ. കുഞ്ഞില്ലാത്തതിന്റെ വിഷമം തീർക്കാൻ മതിലയാടുന്ന ഒരു പരിഹാരമല്ല. ഹലോ. എന്തായി? പോയി. എല്ലാ ജീവികളെയും കൊണ്ടുപോയി. ഗുഡ്. എങ്ങോട്ട്? ജംബോ സർക്കസ് ഹോം ഡെലിവറി തുടങ്ങി. 2 3 ചെറിയ ജീവികൾ വീടിന്റെ ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അനുഭവിച്ചോ? പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളും മരുതേ, ഇനി മുതൽ നമ്മൾ തങ്ങാൻ പോണ വീട് ഇതാ. നല്ല ഇയാള് തമിഴനാണോ?
ഇക്കണ്ട പണിയെല്ലാം തന്നിട്ട് മനസ്സിലായല്ലോ ഇയാൾ മലയാളിയാന്ന്. ഇത്രയും പേരും വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ. താനിത് എന്ത് ഭാവിച്ചാ? ചേച്ചി, ആ പുറകിലത്തെ വണ്ടിയിലുള്ള ആള് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? പഞ്ചവർണ്ണ എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. എന്റെ ഫോൺ. MLA സാറ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. താമസിക്കാൻ ഒരു ഇടം തരുമ്പോ ഈ വക ജന്തുക്കളെ കൊണ്ടാണോ കയറി വരുന്നത്? പേടിക്കണ്ടെന്നേ, ഇവറ്റകളൊക്കെ പാവങ്ങളാ, ഒരു ഉപദ്രവം ഉണ്ടാക്കൂല. ലേശം വെള്ളം കിട്ടിയാർന്നെങ്കിൽ കഴുകി കളയാർന്നു. ഇതൊന്നുമല്ല, യജമാന്റെ കൈ കുറെ വേറെയും വേറെ ജീവികൾ ഇருக்கு. കയ്യോണ്ട് അല്ലയോ കൃത്യ എന്നെ സാർ, ഈ ചാണകം പാരുന്ന ആളാണോ നിന്റെ യജമാനൻ? ആമ സാർ, വലിയ മനിതൻ, ഡൗൺ ടു എർത്ത്. കുതിരച്ചാണകം നല്ല വളാ, കൊണ്ടുപോടാ. ചെടിയൊക്കെ നല്ല തഴച്ച് വളരുന്നേ. അയ്യോ, എന്റെ ഇറ്റാലിയൻ മൈലാഞ്ചി പോയി. അയ്യോ, പിടിച്ചേ. ആനയെ നാളെ കൊണ്ടുവന്ന ഉദയേട്ടൻ പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് വന്നാലേ ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. വന്നായിരുന്നെങ്കിൽ റോക്കിംഗ് വിത്ത് എലിഫന്റ് എന്ന് പറഞ്ഞ FB-ൽ അപ്ഡേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ കലേഷേട്ടൻ ഇല്ലാത്തപ്പം വരണം. എന്നാൽ പോസിറ്റീവ് തിങ്കേഴ്സ് നാളെ അങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഈ ആഴ്ച കലേഷേട്ടൻ ഡൽഹിക്ക് പോകുന്നുണ്ട്, അന്നേരം വന്നാ മതി. ഡൽഹിക്കോ? ആ, പ്രധാനമന്ത്രിയാന്നാ വിചാരം. നിന്റെ കലേഷന്റെ വഴക്കൊക്കെ മാറിയോ? ഏയ്, വഴക്കൊന്നുമില്ല, ചുമ്മാ കാണിക്കുന്നതല്ലേ. എപ്പോഴും ചവിട്ടുന്നൊക്കെ പറയും, പക്ഷെ ചവിട്ടത്തൊന്നുമില്ല. അവളുടെ ഒരു ചാറ്റിങ്ങും കാന്താരി അടിച്ച് കണ്ടിട്ടേക്ക് ഞാൻ. കബീഷ് അവിടെ ഉണ്ടായിരുന്നോ? ഒരു കാര്യം അറിയാമോ? ലോകത്ത് പുറകിലത്തെ കാല് പുറകിലേക്ക് മടക്കാൻ പറ്റണ ഏക ജീവി ആനയാ. എനിക്ക് പറ്റണല്ലോ. നാൽക്കാലിയാണോ? നോക്കട്ടെ, ഇരുകാലിയാ. സത്യം പറ, ഈ ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെന്നേ. എന്തേ? അല്ല, നീ ഇതിനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞോണ്ട് ചോദിച്ചതാ. സർക്കസ് കമ്പനി പൂട്ടി കുറച്ചാൾ കഴിഞ്ഞപ്പോ സാറിന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാ, എന്ത്, നീ ഈ സർക്കസ് കമ്പനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടല്ലേ, എന്നിട്ട് ഞാൻ നിനക്കൊന്നും ചെയ്തു തന്നില്ലോന്നും പറഞ്ഞ് 2 കണ്ണും നിറഞ്ഞിട്ടാ സാറിന്റെ അച്ഛൻ എനിക്ക് ആനയെ തന്നത്. സാറിന്റെ അച്ഛന് വലിയ മനസ്സാ. ഉണ്ടയാണ്. എടാ, എന്റെ അച്ഛനെ നിനക്ക് അറിയാത്തതുകൊണ്ടാ. സർക്കസിൽ ഒരു പണിക്കും പോകണ്ട ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന ആനയെ ആര് വാങ്ങാനാ? ഫുട്ബോൾ മാത്രമല്ലല്ലോ, ഒരു സ്റ്റൂളുമ്മ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും. അതെ, എന്റെ അച്ഛൻ തന്നെ പറ്റിച്ച പോലെ ഞാൻ തന്നെ പറ്റിക്കുന്നില്ല. നീ ഒരു വില പറ. സാറിന് ഈ ആനയെ ഗുരുവായൂർ നടക്കരുത്താനല്ലേ, അതിന് തന്നെ വലിയ ചെലവാ. ഇനിയുള്ള കാലം നിനക്ക് ഗുരുവായൂരപ്പന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാട്ടോ. കഴുതൊക്കെയുള്ള കോംപ്ലാൻ ഇറങ്ങിയ
സിബിഡ്രാ സിബിഡ്രാ. അല്ല നിങ്ങൾ ഈ കഴുതകളെയും കൊണ്ടൊക്കെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? ശബരിമലയിൽ എക്സ്പോർട്ടിങ് മേടിക്കാം. പക്ഷെ ഇപ്പൊ ട്രാക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പാല് വെക്കാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, 1 ലിറ്റർ കഴുതപ്പാലിന് 6000 രൂപ വിലയാ. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടൂല. അത് ഞാൻ ചോദിച്ചില്ല. അന്ന് കുടിക്കുമ്പോ അറിയില്ലായിരുന്നോ അത് കള്ളാന്ന്? ഇല്ലെന്നേ, ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ആ അതറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്നേ. തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനല്ലേ അത് കഴുത. അതിന്റെ മുമ്പിലേ 1 ഗ്ലാസ്സില് വെള്ളവും 1 ഗ്ലാസ്സില് മദ്യവും വെച്ച് നോക്കി. കഴുത ഏത് കുടിക്കുന്നറിയാമോ? വെള്ളം മാത്രമേ കുടിക്കൂ. അതുകൊണ്ടാണല്ലോ എന്നെ കഴുതെന്ന് വിളിക്കുന്നത്. ഒരു MLA വീട്ടിലാണ് ഇങ്ങനത്തെ വേഷം കെട്ട് കാണിക്കുന്നത് വല്ല ബോധമുണ്ടോ എനിക്ക്? ജനങ്ങൾക്ക് ബോധമില്ലാത്തോണ്ടാണല്ലോ നിങ്ങളിപ്പോ MLA ചെയ്ത്. വയറ്റിപ്പഴപ്പല്ലേ വല്ല വിധേനം ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്ത് തോന്നുക സാവാനായോ? സൂചി കുത്താൻ ഇടന്നപ്പോ ഇതേ മനുഷ്യന്മാര് താമസിക്കുന്ന വീടാ. എന്താ നോക്കുന്നത്? പിന്നെ ഇവളുടെ വീഡിയോ കയ്യിലുണ്ട് എന്ന് പേടിച്ചിട്ടല്ല. എന്റെ മര്യാദ മിണ്ടാ പ്രാണികളെ കൊണ്ട് തെണ്ടി തിരിയണ്ടെന്ന് വിചാരിച്ചിട്ടോ? മനസ്സിലായോ? പേടിക്കണ്ട സാറേ, സാറിന് വോട്ട് ചെയ്ത ആൾക്കാരാ കൂടെ ഉണ്ടാവും. ആ ചെറുക്കം കൊണ്ട് നരവണയാ വേണോ? ഇവിടെ ഒരു ശരണമില്ലല്ലോ അയ്യപ്പ. എന്നാ പോ.